കുറച്ച് ഇമോഷണൽ എപ്പോഴും അങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങൾ മോളുടെ കാര്യങ്ങൾ വരുമ്പോഴേക്ക് ഞാൻ അങ്ങനെയാവും. ചേട്ടാ നമസ്കാരം. നമസ്തേ. നമസ്തേ. ഡൽഹി ലുക്കാണല്ലോ. വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഒരു പുതിയ തുടക്കം അല്ലേ? മകനുടെ അതെ. ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതെല്ലാം നമുക്കിനി അകത്തോട്ട് എന്നിട്ട് നമുക്ക് എന്തായാലും സംസാരിക്കാം. ഒരുപാട് ഞാൻ പറഞ്ഞ ആദ്യം ഉർവശിയെ കഥ കേൾപ്പിക്കുക. അവരാണ് തീരുമാനിക്കേണ്ടത്. ഫീമെയിൽ ആർട്ടിസ്റ്റാണ്. ഞാൻ കുറച്ച് ഇമോഷണൽ എപ്പോഴും അങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങൾ മോളുടെ കാര്യങ്ങൾ വരുമ്പോഴേക്ക് ഞാൻ അങ്ങനെയാവും. അങ്ങനെ ഞാൻ വിട്ടു. അവളുടെ അമ്മ വളരെ സന്തോഷത്തോടുകൂടി അത് സമ്മതിച്ചു. അങ്ങനെ ഇന്നിവിടെ വരെത്തി. ഇതിനിടയ്ക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ സേതുവും അലക്സുമാണ് ഇതിന്റെ പുറകിലേക്ക് പ്രവർത്തിച്ചു വന്നത്. സേതുവിനോട് പറഞ്ഞു, മനോജേട്ടാ മോൾക്കൊരു നല്ല റോളുണ്ട്, നല്ല പ്രൊഡക്ഷനാണ്. മുഹമ്മദ് സാലി എന്ന് പറയുന്ന സഹൃദയനായ പ്രവാസിയായ പ്രൊഡ്യൂസറാണ് വരുന്നത്. ഡയറക്ട് ചെയ്യുന്നത് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുള്ള ബിനു എന്ന് പറയുന്ന പുതിയൊരാളാണ്. അങ്ങനെ ഒരാളുടെ മകളാണ്. അപ്പോ ഇത് അമ്മയെ അറിയിക്കുക, മോളുടെ അമ്മയെ അറിയിക്കണം. അതിനുവേണ്ടി ചെന്നൈയിൽ പോയാൽ കുഴപ്പമില്ല, ഉർവശിയോട് പോയി ഈ കാര്യം പറയണം. അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത്. കാരണം ഒരു ദക്ഷിണേന്ത്യയിലുള്ള ഏറ്റവും വലിയ വെർസറ്റാലിറ്റി ഉള്ള ഒരു ആക്ട്രസ് ആണ്. അങ്ങനെ ഒരാളുടെ മകളാണ്. അപ്പോ നമ്മള് ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കണം പറഞ്ഞു. ഞാൻ വിട്ടു. ഞാൻ കുറച്ച് ഇമോഷണൽ എപ്പോഴും അങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങൾ മോളുടെ കാര്യങ്ങൾ വരുമ്പോഴേക്ക് ഞാൻ അങ്ങനെയാവും. അങ്ങനെ ഞാൻ വിട്ടു. അവളുടെ അമ്മ വളരെ സന്തോഷത്തോടുകൂടി അത് സമ്മതിച്ചു. അങ്ങനെ ഇന്നിവിടെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. Please, Arjo, please.